അപ്പോൾ നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ ക്വിസും കൂടെ നോക്കാം. ആദ്യത്തെ ക്വിസിൽ ഞാൻ ഒരു ആൻസർ തെറ്റിച്ചിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വായിച്ചു തന്നെ ഞാൻ തെറ്റായിട്ടാണ്. എന്നാന്ന് വെച്ചാൽ അപ്പോൺതെ മൊബിലയുടെ നോൺ സോണോ ഇൻ ഫങ്സിയോനെ എന്നാണ് ഞാൻ വായിച്ചത്. നോൺ ഇൻ ഫങ്സിയോനെ എന്ന് വായിച്ചു. സോണോ ഇൻ ഫങ്സിയോനെ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും സ്പീഡായിട്ട് വായിച്ചു പോകാൻ നോക്കരുത്. നമ്മൾക്ക് വേണ്ടത് മിതമായ സ്പീഡിൽ നേരെ ജോനെ വായിച്ചു പോകാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ സ്പീഡായിട്ട് വായിച്ചു പോകുമ്പോൾ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള മിസ്റ്റേക്കുകൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കുക. തെറ്റ് ചെയ്യുന്നത് അത് സാധാരണയാണ്. നമുക്കിവിടെ തെറ്റ് ചെയ്യാനാണ് ഇത് ക്വിസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സാമിൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അത് പേടിക്കരുത്. ഒരിക്കലും തെറ്റിപ്പോകുന്നു എന്നുള്ളത് പേടിക്കാതെ ചെയ്യുക, മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇത് നോക്കാം. നമ്മൾ 2 ചാപ്റ്ററും കൂടെ ഒരുമിച്ച് നോക്കിയാണ്. ഇതിൽ നമുക്ക് എന്തൊക്കെ വരുമെന്ന് നോക്കാം. Il salvagente posto in corrispondenza di attraversamento pedonali serve anche al riparo o alla sosta dei pedoni che attraversano la strada. Vero? സാൽവജൻ്റ് അതിനുള്ളതാണ്. ഇപ്പം മനുഷ്യർ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് നിൽക്കാനുള്ളതും കൂടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ വേറെയാണ്. Il segnale raffigurato è posto nella vicinanza di piste per l'atterraggio ed il decollo di aeroplani. വേറോ? ഇത് കാണിക്കുന്നത് സാധാരണയായിട്ട് വരുന്നത് എവിടെയാണ്? പ്ലെയിന് ലാൻഡ് ചെയ്യുന്നിടത്തും ടേക്ക് ഓഫ് ചെയ്യുന്നിടത്തുമാണ്. അപ്പോൾ ഇത് വരുന്നത് സാധാരണയായിട്ട് എയർപോർട്ടിൻ്റെ അവിടെ എവിടെയാണ് ലാൻഡിങ്ങും ടേക്ക് ഓഫ് ഉള്ളിടത്താണ് ഇത് വരുന്നത്. വേറെയാണ്. Il conducente in vicinanza di un posteggio riservato ai taxi deve rallentare ed eventualmente fermarsi se vi sono pedoni che attraversano la strada senza guardare. വേറെയാണ്. ഇതെന്താണെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പോസ്റ്റേജ് റിസർവാത്തിയ ടാക്സി പാർക്കിംഗ് ഏരിയയിൽ ചെല്ലുമ്പോൾ പയ്യെ വേണം പോകാൻ. എന്ന് വെച്ചാൽ എന്തുകൊണ്ടെന്നാൽ ഇറങ്ങുന്നതും കയറുന്നതുമായിട്ടുള്ള പെദോണി മനുഷ്യർ ചിലപ്പോൾ നോക്കാതെ റോഡ് ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വേറെയാണ്. Il segnale raffigurato è un segnale di pericolo ആണ്. വേറെയാണ്. Il segnale raffigurato può essere integrato con un pannello indicante tornanti. വേറോ? ടൊർണാന്തി നിന്ന് എഴുതിയതും കാണാം ഇതിൻ്റെ താഴെയായിട്ട്. വേറോ? Il segnale raffigurato preannuncia un tratto di strada deformata. tratto di strada deformata അല്ല, ഇത് കൂർവയാണ്. doppia curve pericolosയാണ് കാണിക്കുന്നത്. അപ്പോൾ ഫാൾസോയാണ്. Le macchine agricole possono essere semoventi o trainati. semoventi എന്ന് പറഞ്ഞാൽ തന്നെത്താനെ റോഡിൽ കൂടെ ഓടാൻ പറ്റുന്നതും, trainati എന്ന് പറഞ്ഞാൽ വലിച്ചുകൊണ്ട് പോകേണ്ടതുമായിട്ടുള്ള മാക്കിനെ അഗ്രിക്കോളെ ഉണ്ടെന്നാണ് പറയുന്നത്. വേറെയാണ്. I quadricicli non leggeri ai fini della circolazione sono equiparenti ai ciclomotori. അല്ല, quadricicli non leggeri sono motoveicoli. ciclomotori അല്ല, നോൺ ലെജ്ജേരിയെ quadricicli leggeri എന്നാണ് കാണിക്കുന്നതെങ്കിൽ ciclomotoriയാണ്. ciclomotoriക്ക് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ quadricicli non leggeri non sono equivalenti. sono equivalenti എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് നോൺ വേറോ എന്ന് പറഞ്ഞത്. non sono equivalenti a ciclomotori, sono equivalenti a motoveicoli. അപ്പോൾ ഇത് ഫാൾസോയാണ്. In presenza del segnale raffigurato bisogna usare molta prudenza se la strada è bagnata. ഇതെന്താണ്? ഡിഷേസ പെരിക്കുലോസ. ഉറപ്പായിട്ടും ഇറക്കത്തിൽ സ്ട്രാദ നനഞ്ഞിട്ടുണ്ടെങ്കിൽ, റോഡ് നനഞ്ഞതും കൂടെ ആണെങ്കിൽ ഗ്രിപ്പ് കിട്ടാൻ പാടാണ്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ അറ്റൻഷൻ കാണിക്കണം. വേറോ? Isola di traffico può essere a raso o in rilievo. Isola di traffico എന്താണ്? വാഹനങ്ങളെ വേറെ ഡിറക്ഷനിലേക്ക് വിടാൻ ഉപയോഗിക്കുന്നതാണ് isola di traffico. അതിൻ്റെ സൈൻ ബോർഡ് ഓർമ്മ. അപ്പോൾ isola di traffico ആ റാസു എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ അതേ ലെവലിൽ കാണാം, ചിലപ്പോൾ കുറച്ച് പൊക്കത്തിലും കാണാം. വേറെയാണ്. Il passo carabile consente ai veicoli di accedere alla proprietà privata laterali alla strada. വേറോ? passo carabile എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ?
ആ ഗേറ്റിന് മുന്നിൽ വരുന്ന ആ സിമ്പിളിനെയാണ്. സാധാരണയായിട്ട് അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് കയറാനുള്ളതാണ്. അതപ്പം വേറെയാണ്. L'ente proprietario della strada può imporre che su una corsia i veicoli transitino ad una velocità minima obbligatoria. ഇപ്പോൾ എൻ്റെ പ്രൊപ്രിയറ്റാരി എന്ന് പറഞ്ഞാൽ പ്രൊപ്രിയറ്റാരിയോ ദൽ റോഡിൻ്റെ ഓണർ എന്താണ്? സ്റ്റേറ്റിന് നമ്മളോട് ഒരു കോർസിയയിൽ ഇത്ര മിനിമം സ്പീഡ് ഉപയോഗിച്ച് പോകണമെന്ന് നമ്മളോട് പറയാം. ഇപ്പോൾ നമ്മൾ കണ്ടിരുന്നു 60-90 എന്നൊക്കെ കണ്ടിരുന്നു, ഓർമ്മയുണ്ടെങ്കിൽ. അപ്പോൾ ആ മിനിമം സ്പീഡ് വെച്ച് വേണം പോകാൻ. അപ്പോൾ വേറെയാണ്. Il segnale raffigurato preannuncia che bisogna usare prudenza perché è vicino un pericolo. ബിസോഞ്ഞ ഉസാരെ പ്രുഡൻസ. ഇത് ആൾത്തി പെരിക്കോളിയുടെ സൈൻ ബോർഡാണ്. അപ്പോൾ എപ്പോഴും പെരിക്കോളയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ കൂടുതൽ അറ്റൻറ്റീവ് ആയിരിക്കണം. വേറെയാണ്. Il segnale raffigurato preannuncia di procedere con prudenza tenendo saldamente il volante. ചിലപ്പോൾ സ്പന്ദമെന്റ് വരാം. കാറ്റ് ശക്തിയായിട്ട്, കാറ്റിൻ്റെ സൈനാണിത്. കാറ്റ് ശക്തിയായിട്ട് അടിക്കുമ്പോൾ വെഹിക്കിൾ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സാൽദമെന്റ് നല്ല കട്ടിക്ക് നല്ലോണം പിടിക്കണം. ഡ്രൈവിംഗ് വീല് നേരെ ജോനെ പിടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറെയാണ്. Se un pedone con bastone bianco attraversa la strada fuori della striscia pedonale bisogna suonare il clacson per sollecitarlo ad attraversare rapidamente. കണ്ണ് കാണാത്ത ഒരാൾ സീബ്ര ക്രോസിംഗ് ഇല്ലാത്തിടത്ത് റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹോൺ അടിച്ച് പുള്ളിക്കാരനെ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വേറെയാണ്, ഫാൾസയാണ്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാൽ മതി. അതൊരിക്കലും വേറെയല്ല, ഫാൾസയാണ്. Il segnale raffigurato preannuncia l'incrocio con una linea tranviariയുടെയാണോ ഇത്? അല്ല, ഇത് കോൺ ബരിയേര അല്ലെങ്കിൽ കോൺ സെമി ബരിയേരയുടെ സിമ്പലാണ്. ട്രെയിൻ പോകുന്നതിൻ്റെ അവിടെ. അപ്പോൾ ഇത് ഫാൾസയാണ്. Bisogna usare maggiore prudenza nei confronti dei conducenti di veicoli adatti per persone diversamente abili. Bisogna usare maggiore prudenza. ഇപ്പോൾ വയ്യാത്തൊരാളെ കൊണ്ടുപോകുന്ന വാഹനം നമ്മുടെ വാഹനത്തിനടുത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൂടുതൽ അറ്റൻഷൻ കാണിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറെയാണ്. In presenza del segnale raffigurato bisogna evitare l'uso di uso prolungato dei freni per non surriscaldarli. എന്താണെന്ന് വെച്ചാൽ ഇത് ഇറക്കമാണ് കാണിക്കുന്നത്. ഡിഷേസ പെരിക്കുലോസയിൽ നമ്മൾ ഒത്തിരിയായിട്ട് ഫ്രെയിനോ യൂസ് ചെയ്യരുത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ക്ലച്ച് ഉപയോഗിച്ച് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ ഡിസ്ക് ചൂടായിട്ട് പിന്നെ ബ്രേക്ക് കിട്ടാതെ വരും. അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. വേറെയാണ്. Il segnale raffigurato preannuncia una banchina cedevole. ഇതെന്താണ്? കുനെത്താണ്. una discesa dopo una salita. അപ്പം ഒരിക്കലും ഒരു ബങ്കീന cedevole അതപ്പം ഫാൾസയാണ്. Quando una donna in stato di gravidanza attraversa la carreggiata non bisogna avvicinarsi troppo con il veicolo per evitare di spaventarla. അപ്പോൾ ഒരു പ്രഗ്നൻ്റ് വുമൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രഗ്നൻ്റ് വുമൺ കറജാത്ത നമ്മുടെ റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും വാഹനം മുന്നോട്ട് അടുപ്പിക്കരുത്. പെട്ടെന്ന് പുള്ളി പേടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത്. വേറെയാണ്. La potenza dei quadricicli non leggeri è sempre inferiore o uguale a 15 kW. Non leggeri è sempre uguale a 15 kW, non sempre inferiore. Ok? Falsയാണ്. Il conducente di un veicolo non deve fare sempre affidamento sul comportamento degli altri che può non essere corretto. നമ്മൾ മറ്റുള്ളവരെ കണ്ട് ഓടിക്കരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അവരതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതാണ് ക്വസ്റ്റ്യൻ നേരെ തന്നെ വായിച്ചു നോക്കുക. അപ്പോൾ തന്നെ നമ്മൾ നേരെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഹാഫ് ആൻസറും കിട്ടും. അപ്പോൾ ഇത് വേറെയാണ്. In presenza del segnale raffigurato bisogna rallentare per essere pronti ad arrestarsi se ci sono pedoni che attraversano la strada. ഇത് 150 മീറ്ററിന് മുന്നേ വരുന്ന ഒരു സൈൻ ബോർഡാണ്. അപ്പോൾ നമ്മൾ സ്പീഡ് കുറച്ച് വേണം ഇതിനടുത്തേക്ക് ചെല്ലാൻ. എന്തുകൊണ്ടെന്നാൽ
അതിൽ മനുഷ്യർ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടാൻ പറ്റും. അപ്പോൾ വേറെയാണ്. Il segnale raffigurato prima non c'è un attraversamento ciclabile. അല്ല, ഇത് കാണിക്കുന്ന എന്താണ്? സെമാഫോറോ ഹൊറിസോണ്ടാലെ. സെമാഫോറോ അടുത്തുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. attraversamento ciclabile അല്ല, ഫാൾസയാണ്. Il segnale raffigurato prima non c'è un ponte immobile ആണ്, വേറെയാണ്. È consentito posteggiare un veicolo davanti agli scivoli del marciapiede solo dalle ore 22 alle ore 8 del mattino. 22 di notte 8 del mattino. ഒരിക്കലും ഒരു സമയത്തും ഷിവോളി എന്ന് പറഞ്ഞാൽ മാർച്ചപ്പീതി കഴിഞ്ഞിട്ട് ഈ കരളിയൊക്കെ തള്ളിക്കൊണ്ട് പോകുന്നവർക്ക് ഇറക്കം ഇറങ്ങാനുള്ള അതിനെയാണ് പറയുന്നത് ഷിവോളി. ഒരിക്കലും അവിടെ കൊണ്ട് മാർച്ചപ്പീതിയിൽ അവിടെ കൊണ്ട് പാർക്ക് ചെയ്യരുത്. ഏത് സമയത്താണേലും ഒരിക്കലും ചെയ്യരുതാത്തതാണ്, ഫാൾസാണ്. ഈ ciclomotori per essere definiti tali devono essere muniti di cambio manuale എന്നല്ല. അവർക്ക് എന്താണ് വേണ്ടത്? ചിക്ലോമോത്തോറിക്ക് എന്താണ് വേണ്ടത്? ചിക്ലോമോത്തോറിക്ക് 50 cc ആയിരിക്കണം ചിലിന്ദ്രാത്ത. സ്പീഡ് വന്നിട്ട് 45 km മാക്സിമമാണ്. അപ്പോൾ ഇത് ഫാൾസയാണ്. Il segnale raffigurato preannuncia un tratto di strada non rettilineo che limita la visibilità. വേറെയാണ്. കൂർവയാണ് കാണിക്കുന്നത്. നോൺ റെത്തിലിനിയോ എന്ന് പറഞ്ഞാൽ കൂർവ എന്നാണ്. വിസിബിലിറ്റിയും കുറവാണ്, വേറെയാണ്. Il conducente di un veicolo di grandi dimensioni ha di norma la precedenza sul conducente di un veicolo più piccolo. വലിയ വാഹനത്തിന് ചെറിയ വാഹനത്തിന് ഓടിക്കുന്നതിന് ഡ്രൈവറിനേക്കാൾ കൂടുതൽ മുൻഗണനയുണ്ടെന്നാണ് പറയുന്നത്. ഒരിക്കലുമില്ല, അങ്ങനത്തെ ഒരു മുൻഗണനയില്ല. Il segnale raffigurato vieta la svolta a destra al primo incrocio. ഇത് അങ്ങനെ vieta la svolta എന്നൊന്നുമില്ല. ഇത് കാണിച്ചിരിക്കുന്ന റൊത്തത്തോയാണ്. അപ്പോൾ അത് ഫാൾസയാണ്. നമുക്ക് നോക്കാം എത്ര എണ്ണം കറക്റ്റ് ഉണ്ടെന്ന്. നമ്മൾ 2 ചാപ്റ്റർ ഒരുമിച്ചാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒരു തെറ്റുണ്ട്, അതേതാണെന്ന് നമുക്ക് നോക്കാം. തെറ്റുകൾ തിരുത്താനുള്ളതാണ് ക്വിസ് ചെയ്യുന്നത്, ഒരിക്കലും തെറ്റില്ലാതിരിക്കാനല്ല. Ok, la potenza dei quadricicli non leggeri è sempre inferiore o uguale a 15 kW. ഉഗ്വാലെ കറക്റ്റാണ്, ഒരിക്കലും ഇൻഫീരിയറേ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഫാൾസ് എഴുതിയത്. അവർ ഉഗ്വാലെ തന്നുകൊണ്ടായിരിക്കണം അത് വേറെ എന്ന് കൊടുത്തിരിക്കുന്നത്. ഉഗ്വാലയാണ്, ഇൻഫീരിയറേ അല്ല. അപ്പോൾ തെറ്റ് ചെയ്യുന്നത് ഒരിക്കലും കുഴപ്പമില്ല, പക്ഷേ തെറ്റുകൾ തിരുത്താനാണ് നമ്മൾ ക്വിസ് ഒത്തിരി ചെയ്യുന്നതെന്ന് ഞാൻ റിപ്പീറ്റഡായി പറയുകയാണ്. തെറ്റ് ചെയ്യാൻ പേടിക്കരുത്. അപ്പോൾ തെറ്റ് ചെയ്യാൻ പേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഗ്രാzie mille.